ഹായ് ഓൾ. നമുക്കറിയാം നമുക്ക് വെബിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രോട്ടോകോൾ വേണം. നമ്മൾ വേൾഡ് വൈഡ് വെബ് ഓൾറെഡി പഠിച്ചു. അതിൽ എന്താണ് മൾട്ടിപ്പിൾ പേജസ് ഉണ്ട്, അത് കണക്റ്റഡ് ടുഗദർ ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വെബിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യണമെങ്കിൽ വെബിലുള്ള വെബ് പേജസ് റിട്രീവ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രോട്ടോകോൾ യൂസ് ചെയ്യണം. അപ്പോൾ അതാണ് HTTP എന്ന് പറഞ്ഞത്. So this protocol define how the client server programs can be written to retrieve web pages from the web. So here HTTP client sends request, HTTP server returns response. അപ്പോൾ ഇവിടെ client server paradigm ആണുള്ളത്. അപ്പോൾ client എന്ത് ചെയ്യും? റിക്വസ്റ്റ് അയക്കും, സെർവർ റെസ്പോൺസ് ആയിട്ട് ആ റിക്വസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പോർട്ട് നമ്പേഴ്സ് ഒക്കെ പഠിച്ചതാണ്. സെർവർ യൂസ് ചെയ്യുന്നത് വെൽ നോൺ പോർട്ട് നമ്പർ ഏതാണ്? 80 ആണ്. ഇനി ക്ലയന്റ് ഓരോ തവണയും ടെമ്പററി ആയിട്ടുള്ള പോർട്ട് നമ്പേഴ്സ് യൂസ് ചെയ്യും. സോ നിങ്ങൾ ഇത് ഓർത്ത് വെക്കണം. HTTPയുടെ പ്രോട്ടോകോൾ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 80 ആണ്. ഇനി അണ്ടർലൈൻ ലെയറിൽ, അതായത് ട്രാൻസ്പോർട്ട് ലെയറിൽ ഇറ്റ് യൂസസ് TCP. So TCP is connection oriented and reliable. So to display a web document on the browser, there may be a need for several objects. That is, ഓരോ object ആയിട്ടാണ് എടുക്കുക. That may reside in different servers or same server. For a single serverലോ multiple serverലായിട്ടുള്ള objects ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ retrieve ചെയ്യുന്നത്, എന്നിട്ട് display ചെയ്യുന്നത്. The objects are accessed using TCP connections. അപ്പോൾ TCPയിൽ നമുക്കറിയാം ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യണം? കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം? കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ദെൻ സം ഓഫ് ദിസ് ഒബ്ജക്ട്സ് മേ ബി ഓൺ ദ സെയിം സെർവർ. അല്ലേ? നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ സെർവേഴ്സ് ആയിട്ടാണെന്ന് പറഞ്ഞു. ഈ സെർവേഴ്സ് എല്ലാം ഒന്നുകിൽ ഒരു സിംഗിൾ സെർവറിലാവാം. Here the client can use a new TCP connection for each object or make a TCP connection and retrieve them all. അതായത് ഓരോന്നിനും വേണ്ടി, ഓരോ ഒബ്ജക്റ്റിനും വേണ്ടിയിട്ട് ഓരോ TCP കണക്ഷൻ ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു സിംഗിൾ TCP കണക്ഷനിൽ എല്ലാം കൂടെ റിട്രീവ് ചെയ്യുകയോ ചെയ്യാം, ഒരു സിംഗിൾ സെർവറിലാണെങ്കിൽ. സോ ഇതിനെയാണ് നോൺ പെർസിസ്റ്റന്റും പെർസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നോൺ പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും വേണ്ടിയിട്ടും ഓരോ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഓരോ ഒബ്ജക്റ്റിനും വേണ്ടിയിട്ടും ഓരോ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇനി പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടെ ഒരു സിംഗിൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് എല്ലാം എന്ത് ചെയ്യുക? റിട്രീവ് ചെയ്യുക. അതാണ് എന്ത്? പെർസിസ്റ്റന്റും നോൺ പെർസിസ്റ്റന്റ് കണക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. സോ in non-persistent connection, one TCP connection is made for each request or response. അതായത് the client opens a TCP connection, sends a request. അപ്പോൾ client server paradigm ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ client എന്ത് ചെയ്യും? ഒരു TCP connection എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് റിക്വസ്റ്റ് അയക്കും. ഇനി സെർവർ എന്ത് ചെയ്യും? അതിന്റെ കറസ്പോണ്ടിങ് റെസ്പോൺസ് അയക്കും. The client reads the data until it encounters an end of file marker. It then closes the connection. So if a file contains links to n different pictures in different files located in the same server, the connection must be opened and closed n+1 times. അല്ലേ? നോൺ പെർസിസ്റ്റന്റ് കേസിൽ ഓരോന്നിനു വേണ്ടി എന്ത് ചെയ്യണം? ഓരോ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. സോ ഇറ്റ് വിൽ ഹാവ് ഹൈ ഓവർഹെഡ്. സോ നോൺ പെർസിസ്റ്റന്റിൽ ഓരോ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടും ഓരോ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, എന്നിട്ട് അത് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യും. ആ ഒരു രീതിയിലുള്ളതാണ് നോൺ പെർസിസ്റ്റന്റ്. സോ നോൺ പെർസിസ്റ്റന്റ് വിൽ ഹാവ് ഹൈ ഓവർഹെഡ്. അതൊരു സെയിം സെർവറിലാണെങ്കിലും മൾട്ടിപ്പിൾ സെർവറിലാണെങ്കിലും നോൺ പെർസിസ്റ്റന്റിൽ എന്താണ്? ഓരോന്നിനു വേണ്ടിയിട്ടും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ക്ലയന്റ് സെർവർ. അപ്പൊ ആദ്യം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ അതായത് ആദ്യം ഒരു ഹാൻഡ് ഷേക്ക്, അതിൻ്റെ ഇത് അതായത് അതിന്റെ അക്നോളജ്മെന്റ്, പിന്നെ തിരിച്ചങ്ങോട്ട് അങ്ങനെ വന്നിട്ട് അതിന് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം ഫയലിനുള്ള, അതായത് ആ ഒബ്ജക്റ്റിനുള്ള റിക്വസ്റ്റ് റെസ്പോൺസ്. അതായത് ഇതിന്റെ അക്നോളജ്മെന്റിന്റെ ഇവിടെ നിന്നുള്ള ഇതിന്റെ കൂടെ തന്നെ എന്ത് വരും? ഇതിനുള്ള, അതായത് ഈ ഒബ്ജക്റ്റിനുള്ള റിക്വസ്റ്റ് പോകും. അപ്പൊ ആ റെസ്പോൺസ് ഇവിടെ കിട്ടും. ആ റെസ്പോൺസ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കണക്ഷൻ ടെർമിനേഷൻ ആയി.
ഇനി അടുത്ത സ്റ്റേജിൽ വീണ്ടും ഇതേപോലെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിന്നെ അടുത്ത ഇതിന്റെ അക്നോളജ്മെന്റ് പോകുന്നതിന്റെ കൂടെ ഈ രണ്ടാമത്തെ ഒബ്ജക്റ്റിനുള്ള റിക്വസ്റ്റ് പോകും. ഇനി ആ ഒബ്ജക്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് റെസ്പോൺസിൽ ഒബ്ജക്റ്റ് വരുന്നു. then അത് കഴിഞ്ഞിട്ട് കണക്ഷൻ ടെർമിനേഷൻ. ഇതാണ് നോൺ പെർസിസ്റ്റന്റിൽ ആക്ച്വലി ഹാപ്പൻ ചെയ്യുന്ന കാര്യം. ഇനി പെർസിസ്റ്റന്റ് ആണെങ്കിൽ present HTTP versions have persistent connection by default. കാരണം മറ്റേത് കൂടുതൽ ഓവർഹെഡ് ഉള്ളതാണ്, ഏത് നോൺ പെർസിസ്റ്റന്റ്. Here the server opens a connection, sends the response and remains open for more request. അതായത് ക്ലയന്റിന് ഒരേ ക്ലയന്റിന് തന്നെ മോർ ദാൻ വൺ റിക്വസ്റ്റ് വരുന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ ഇറ്റ് വിൽ റിമൈൻ ഓപ്പൺ. The server can close the connection at the request of a client or if a timeout has been reached. ഒന്നുകിൽ ക്ലയന്റ് കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ടൈം ഔട്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത്. ഫോർ സ്റ്റാറ്റിക് ഡോക്യുമെന്റ്സ് ദ സെൻഡർ സെൻഡ്സ് ദ ലെങ്ത് ഓഫ് ദ ഡാറ്റ വിത്ത് ഈച്ച് റെസ്പോൺസ്. ഓക്കെ, സ്റ്റാറ്റിക് ആയിട്ടുള്ള നമുക്കറിയാം, സ്റ്റാറ്റിക് ഡൈനാമിക് ആക്റ്റീവ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ, വേൾഡ് വൈഡ് വെബ് പഠിച്ച സമയത്ത്. സോ ഫോർ static document, the sender sends the length of the data with each response. For active and dynamic documents, the server informs the client that the length is not known and closes the connection after all the data sent. So the client knows that the end of the data has been reached. അപ്പം എല്ലാം അയച്ചു കഴിഞ്ഞാൽ ഈ ആക്റ്റീവ് ഓർ ഡൈനാമിക്കിലാവുമ്പോൾ അതിനെ അറിയില്ല. സോ എല്ലാ ഡാറ്റയും അയച്ചു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കണക്ഷൻ ക്ലോസ് ചെയ്യും. അപ്പൊ ക്ലയന്റിന് എന്ത് മനസ്സിലാവും, ഡാറ്റയുടെ എൻഡ് ആയി എന്ന് മനസ്സിലാവും. സോ ദിസ് പെർസിസ്റ്റന്റ് കണക്ഷൻ ഹാവിംഗ് ലെസ് ടൈം ആൻഡ് ലെസ് റിസോഴ്സ് യൂസേജ്. ഓൺലി വൺ സെറ്റ് ഓഫ് ബഫേഴ്സ് ആൻഡ് വേരിയബിൾസ് ആർ നീഡഡ് ഫോർ ദ ഹോൾ ട്രാൻസ്ഫർ. കാരണം ഓരോന്നിന് വേണ്ടിയിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റും ടെർമിനേഷനും ഇല്ല. ആൻഡ് ലെസ് റൗണ്ട് അപ്പ് ടൈം. ദെൻ ലെസ് റൗണ്ട് ട്രിപ്പ് ടൈം. അതായത് നമുക്കൊരു റിക്വസ്റ്റ് പോയി റിപ്ലൈ കിട്ടാനുള്ള ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലെസ് ഇൻ പെർസിസ്റ്റന്റ് കണക്ഷൻ. അപ്പൊ ഈ ഒരു കണക്ഷൻ, ഈ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു പ്രാവശ്യം കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് റിക്വസ്റ്റ് റെസ്പോൺസ്, പിന്നെ ഇതിന്റെ അക്നോളജ്മെന്റ് പോകുന്നതിന്റെ കൂടെ ആദ്യത്തെ റിക്വസ്റ്റ് പോകും, റെസ്പോൺസ് വരും, പിന്നെ അടുത്ത റിക്വസ്റ്റ്, അടുത്ത ഒബ്ജക്റ്റിനുള്ള റിക്വസ്റ്റ്, അതിന്റെ റെസ്പോൺസ്, അങ്ങനെ സെറ്റ് ഓഫ് റിക്വസ്റ്റ് റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. ഈ കണക്ഷൻ ഒരു പ്രാവശ്യം മാത്രമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മൊത്തം ചെയ്ത് കഴിയുന്ന സമയത്ത് ആ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ക്ലയന്റിന് പോകും. ഓക്കെ, ഈ രീതിയിലാണ് പെർസിസ്റ്റന്റ് കണക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കമ്പാരിസൺ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റിടത്ത് ഓരോന്നിനും വേണ്ടിയിട്ട് എന്തുണ്ട്, നോൺ പെർസിസ്റ്റന്റിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് അല്ലെ. ഒരു രണ്ടെണ്ണം ചെയ്യണമെങ്കിൽ ഇത്രയും ടൈം എടുക്കും. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, ആദ്യത്തെ റിക്വസ്റ്റ് അയച്ചു, അത് റെസ്പോൺസ്, കണക്ഷൻ ടെർമിനേറ്റ് ചെയ്തു. രണ്ടാമത്തെ ഒബ്ജക്റ്റിന് വേണമെങ്കിൽ വീണ്ടും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു, അതിന്റെ റെസ്പോൺസ് കിട്ടുന്നു, വീണ്ടും അത് ക്ലോസ് ചെയ്യുന്നു. ഇവിടെയാണെങ്കിലോ ഒരു തവണ റിക്വസ്റ്റ് ചെയ്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മീൻസ് ഒബ്ജക്റ്റുകൾ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത്. ഇതാണ് നോൺ പെർസിസ്റ്റന്റും പെർസിസ്റ്റന്റും തമ്മിലുള്ള കമ്പാരിസൺ. ദെൻ മെസ്സേജ് ഫോർമാറ്റ്. രണ്ട് തരം മെസ്സേജ് ആണുള്ളത്. ഒന്ന് റിക്വസ്റ്റും പിന്നെ ഒന്ന് റെസ്പോൺസും. നമുക്ക് ആദ്യം റിക്വസ്റ്റ് നോക്കാം. റിക്വസ്റ്റില് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾ ആണ്. അപ്പം ഗെറ്റ്, ഓക്കെ, അപ്പൊ ഈ മെത്തേഡ്, അത് കഴിഞ്ഞ ഒരു സ്പേസ്, പിന്നെ URL. ഇപ്പൊ ഗെറ്റ് നമുക്ക് വേണ്ട URL ഏതാണെന്നുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് വേർഷൻ, HTTPയുടെ വേർഷൻ ഏതാണെന്നുള്ളത്, HTTP 1.1. ഈ SP എന്ന് പറയുന്നത് സ്പേസ് ആണ്. അപ്പോൾ ഏത് മെത്തേഡ് ആണെന്നുള്ളത്, അപ്പൊ ഗെറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ URL, ദെൻ അത് കഴിഞ്ഞിട്ട് വേർഷൻ, HTTPയുടെ വേർഷൻ. ദെൻ CRLF എന്ന് പറഞ്ഞാൽ ക്യാരേജ് റിട്ടേൺ ലൈൻ ഫീഡ്, നമ്മൾ എൻ്റർ കൊടുക്കുന്നതിന് ഈക്വലന്റ് ആണ്. ഓക്കെ, ദെൻ ഡിഫറെന്റ് ഹെഡേഴ്സ്, അതിന്റെ വാല്യൂസ്. ഓക്കെ, അത് സ്പേസ്, കോളൻ, സ്പേസ്, പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ ക്യാരേജ് റിട്ടേണും ലൈൻ ഫീൽഡും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഹെഡർ ലൈൻസ് വരുന്നത്. ഏതൊക്കെ ഹെഡർ ഉണ്ടോ അതിന്റെ ഓരോന്നിന്റെയും വാല്യൂസും. അപ്പൊ ഹെഡർ നെയിം, കോളൻ, സ്പേസ്, വാല്യൂ, ദെൻ ക്യാരേജ് റിട്ടേൺ ആൻഡ് ലൈൻ ഫീൽഡ്, ദെൻ അടുത്ത ഹെഡർ, അങ്ങനെ അങ്ങനെ. ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഹോസ്റ്റ് ഏതാണെന്നുള്ളത്, അക്സെപ്റ്റ് ഇമേജ്, ദെൻ അക്സെപ്റ്റ് ലാംഗ്വേജ് ഏതൊക്കെയാണ്, ഇപ്പൊ ദെൻ അത് കഴിഞ്ഞിട്ട് അക്സെപ്റ്റഡ് എൻകോഡിങ് ഏതൊക്കെയാണ്,
ദെൻ യൂസർ ഏജന്റ്, അതായത് നമ്മൾ ക്ലയന്റിന്റെ ബ്രൗസർ ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഹെഡറിൽ നമ്മൾ ഹെഡർ നെയിമും വാല്യൂവും വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് ബ്ലാങ്ക് ലൈൻ, ജസ്റ്റ് നമ്മൾ പറഞ്ഞു കാരേജ് റിട്ടേണും ലൈൻ ഫീഡ് പറഞ്ഞാൽ എൻ്ററിന് ഈക്വൽ ആണ്. അപ്പൊ സോ ഒരു ബ്ലാങ്ക് ലൈൻ വരും. ദെൻ ബോഡി ഉണ്ടെങ്കിൽ അത്. ഈ ഒരു രീതിയിലാണ് HTTPയുടെ റിക്വസ്റ്റ് മെസ്സേജ് വരുന്നത്. അപ്പൊ റിക്വസ്റ്റ് മെസ്സേജിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇനി റെസ്പോൺസ്. അപ്പോൾ ക്ലയന്റിന് ഒരു റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ് കറസ്പോണ്ടിങ് ആയിട്ട് വരും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു ഫോർമാറ്റിൽ പറയുന്നത്. അപ്പൊ ആദ്യം വരുന്നത് വേർഷൻ. അപ്പൊ നമ്മൾ ഏതാണ് HTTP 1.1, അതാണ് വേർഷൻ വരുന്നത്. ദെൻ സ്പേസ് കഴിഞ്ഞിട്ട് സ്റ്റാറ്റസ് കോഡ്, ദെൻ ഫ്രേസ്. അപ്പൊ ഓക്കെ ആണെന്നുള്ള രീതി, അതായത് ഈ റിക്വസ്റ്റിനുള്ള കറസ്പോണ്ടിങ് റിപ്ലൈ വരികയാണ്, ഓക്കെ റെസ്പോൺസ് വരികയാണ്, ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് കുറെ ഹെഡേഴ്സും, നമ്മൾ ഇവിടുന്ന് റിക്വസ്റ്റ് പോയ പോലെ തന്നെ റെസ്പോൺസിലും കുറെ ഹെഡേഴ്സും അതിന്റെ വാല്യൂസും ഉണ്ട്. ഫോർമാറ്റ് സെയിം ആണ്. ഓക്കെ, ഡേറ്റ്, സെർവർ, ലാസ്റ്റ് മോഡിഫൈഡ്, ഈ ടാഗ്, അക്സെപ്റ്റ് റേഞ്ച്, കണ്ടന്റ് ലെങ്ത്, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടത്തെ പോലെ തന്നെ ഒരു ബ്ലാങ്ക് ലൈൻ ഉണ്ട്. ബ്ലാങ്ക് ലൈൻ കഴിഞ്ഞിട്ടാണ് വേരിയബിൾ നമ്പർ ഓഫ് ലൈൻസ്, അതായത് HTML-ന്റെ കോഡ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് HTTP-യിൽ റിക്വസ്റ്റും റെസ്പോൺസും വരുന്നത്. അപ്പൊ ഈ റിക്വസ്റ്റ് മെസ്സേജിന്റെ ഫോർമാറ്റും അതേപോലെ തന്നെ റെസ്പോൺസിന്റെ ഫോർമാറ്റും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, വളരെ എളുപ്പമാണ്. ഈ ഒരു എക്സാമ്പിളും കൂടെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുറച്ചുകൂടെ എളുപ്പം. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു മെത്തേഡ് കണ്ടു അല്ലെ. അപ്പൊ നമുക്ക് ഈ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നല്ല, ഇവിടെ ഒരു മെത്തേഡാണ് ഗെറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. ബാക്കിയുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗെറ്റ്, ഹെഡ്, പുട്ട്, പോസ്റ്റ്, ട്രേസ്, ഡിലീറ്റ്. ഈ പേരുകളൊക്കെ ഓർത്ത് വയ്ക്കണേ. അപ്പൊ എന്തൊക്കെയാണ് ഗെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടു സെൻഡ് എ റിക്വസ്റ്റ് ടു ദ സെർവർ. അത് വേണ്ടിയിട്ടാണ് ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, ഇറ്റ്സ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ്. ദർ ഇസ് നോ ബോഡി ഫോർ ദിസ് ഗെറ്റ് method. Then head, when the client needs some information about the web page from the server, okay, such as a page modified date used to test the validity of the URL. Okay, it also have no body. Okay, adana head. Then put, inverse of get, put some information into the server if permitted. അതായത് സെർവറിലേക്ക് ഇവിടുന്ന് ക്ലയന്റിൽ വരുന്ന എന്തെങ്കിലും ഒന്ന് അതിലേക്ക് കൊടുക്കാൻ സെർവർ പെർമിറ്റ് ചെയ്താൽ മാത്രം ആണ് ഈ പുട്ട് എന്ന് പറയുന്നത് യൂസ് ചെയ്തത്. Then post, to send some information to the server or to modify the page. അതാണ് post എന്ന് പറയുന്നത്. Then trace, an echo service for debugging. Then delete, to delete a web page from the server. അതും if permitted. So these are the methods. Okay. Then മെസ്സേജ് ഫോർമാറ്റ്, റിക്വസ്റ്റ് ഹെഡർ ഫീൽഡ്. നമ്മൾ കുറെ ഹെഡർ കണ്ടു അല്ലെ. ഇറ്റ് കണ്ടെയ്ൻസ് വൺ ഓർ മോർ ഹെഡേഴ്സ്. നമ്മളുടെ മെസ്സേജിൽ വൺ ഓർ മോർ ഹെഡേഴ്സ് നമ്മൾ കണ്ടു. ദേ ആർ ആഡിങ് additional information from the client. Example, the client can request that the document can be sent in a separate format. Accept charset, content length, host, ഇങ്ങനെയുള്ള കുറെ എന്താണ് ഹെഡറുകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി റെസ്പോൺസിന്റെ മെസ്സേജ് ഫോർമാറ്റിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയുണ്ട്. കണ്ടെയ്ൻസ് വേർഷൻ, സ്റ്റാറ്റസ് കോഡ്, ഫ്രേസ്, ഹെഡേഴ്സ് ആൻഡ് ദ ബോഡി ഓഫ് ദ റെസ്പോൺസ്. അപ്പൊ ഇതിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ 200 ആകണ്ട അല്ലെ. ഇറ്റ്സ് ഓക്കെ, ദ റിക്വസ്റ്റ് സക്സീഡഡ്. ദെൻ 301 മൂഡ് പെർമനന്റ്ലി. 404 നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് അല്ലെ. 404 the page not found, the requested resource does not exist on the server. അതാണ് 404. നമ്മൾ ഒരു ഗെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന റെസ്പോൺസ് ആണിത്. Then 500 server error due to malfunction script, server configuration error or similar. ഈ 404ഉം 500 ഒക്കെ നമുക്ക് വളരെയധികം കണ്ടു പരിചയമുള്ളതാണ്. Then version, HTTP version 1.0, 1.1 ഇങ്ങനെയുള്ള വേർഷൻസ് ഉണ്ടാവും. Status codes in the 100 range are only informational. The codes in the 200 range indicate successful request. The codes in 300 range redirect the client to another URL. The codes in 400 range indicate error at the client side, and the codes in the 500 range indicate error at the server side. Okay, ഇതൊക്കെയാണ് different
എറർ നമുക്ക് സ്റ്റാറ്റസിൽ വരുന്നത് എറർ അല്ല സ്റ്റാറ്റസ് കോഡുകൾ ഇതിൽ നിന്ന് 400 ആണ് പേജ് നോട്ട് ഫൗണ്ട് ദെൻ 500 സെർവർ എറർ ഇതൊക്കെയാണ് നമുക്ക് എറർ ടൈപ്പിൽ വരാൻ പറ്റുന്നത്. സ്റ്റാറ്റസ് ഫ്രേസ് എക്സ്പ്ലെയിൻസ് എ സ്റ്റാറ്റസ് കോഡ് ഇൻ ദ ടെക്സ്റ്റ് ഫോം. സോ ഇത്രയാണ് നമുക്ക് HTTP യിൽ പഠിക്കാനുള്ളത്.